മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് 77 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ്, ജനസംഘമല്ല, BJP അല്ല. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. RSSന്റെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച മുന്നണിയുടെ പേരാണ്, ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. നിലമ്പൂരിലെ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഓർമ്മ, ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുള്ള ഓർമ്മ 1987 തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ഒഴികെ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മറ്റൊരിടത്ത് സ്ഥാനാർത്ഥിയായിരുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഇവിടെ പങ്കാളിയായിട്ടില്ലല്ലോ. അപ്പോൾ മറ്റ് തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ഈ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോഴുള്ള ആ ആരവങ്ങളും എല്ലായ്പ്പോഴും വലിയ ആവേശത്തിലായിരിക്കും എല്ലാ മുന്നണികളും. പക്ഷെ അതിൽ നിന്നൊക്കെ അപ്പുറത്തുള്ള വലിയൊരു പങ്കാളിത്തം, ഒരു മനുഷ്യക്കടൽ പോലെ ഇരമ്പി വരുന്നത്, അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നിയത്. പതിവിൽ കവിഞ്ഞ പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ളൊരു പങ്കാളിത്തവും ആവേശമൊക്കെ ആയിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഒരു മനുഷ്യക്കടൽ പോലെ ആർത്തിരമ്പിയ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതൊരു അവിസ്മരണീയമായ അനുഭവമാണ്. അതിൻ്റെ ഒരു ആവേശവും ആഹ്ലാദവും ഒക്കെയാണ് എല്ലാവരിലും ഉള്ളത്. ഇന്റർവ്യൂ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ RSSമായി സഹകരിച്ചിട്ടുണ്ട്, സത്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കെന്ത് ഇന്റർവ്യൂ? ശരി, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഈ ഇന്റർവ്യൂവും മറ്റും അങ്ങനെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ കഴിയാറില്ല. അപ്പം മാഷ് നിങ്ങൾ ചോദിച്ച ഏത് ചോദ്യത്തിന് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അടിയന്തരാവസ്ഥയുടെ കോണ്ടസ്റ്റ് വന്നുകൊണ്ട് ആ സാഹചര്യം ഞാൻ വിശദീകരിക്കാൻ വേണമെങ്കിൽ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ്. അതിൻ്റെ ചരിത്രം ഇപ്പോൾ പറയേണ്ട ആവശ്യവുമില്ല. എന്നാൽ അടിയന്തരാവസ്ഥക്കെതിരായി 1977 ഒരു വലിയ കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു. കോൺഗ്രസിലെ ഈ സ്വേച്ഛാധികാര വാഴ്ചയ്ക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുമൊക്കെ ഒരു വിശാലമായ യോജിപ്പ് ഉയർന്നു വന്നു. അങ്ങനെയാണ് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. ഭാരതീയ ജനതാ പാർട്ടിയല്ല, ജനതാ പാർട്ടി. ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനസംഘം പിരിച്ചുവിടപ്പെട്ടത്. BJPയുടെ പ്രാഗ്രൂപം എന്നറിയപ്പെടുന്ന ജനസംഘം പിരിച്ചുവിടുകയാണ് ഇത്. ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ 77 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാവുന്നു. മൊറാർജി ദേശായി ആയിരുന്നു ആ ഗവൺമെൻറ്റിനെ നയിച്ചത്, എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് 77 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ്, ജനസംഘമല്ല, BJP അല്ല. ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകളുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം സഹകരിക്കുകയാണ് ഇത്. ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു. അന്നൊന്നും ജനതാ പാർട്ടി ഏതെങ്കിലും നിങ്ങളീ പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല, അങ്ങനെ ജനങ്ങളുടെ മുൻപാകെ ഇല്ലതാൻ. എന്നാൽ അതിനുശേഷം RSS ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. അതിൽ വസ്തുതയുണ്ടായിരുന്നു. അപ്പോൾ RSS ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു, പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ 4 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതിലെന്തെങ്കിലും പെശകുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയും ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയും ചെയ്യാം. കാസർഗോഡും തലശ്ശേരിയും തിരുവല്ലയും പാറശാലയുമാണ് എന്നാണ് ഓർമ്മ. ഈ 4 മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനതാ പാർട്ടി, RSS സ്വാധീനമുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു വന്നു. 77 തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യമില്ല. കാരണം 77 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ അതിനുശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്ക് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജനതാ പാർട്ടി എന്ന ആരോപണം ഉയർന്നു വരികയും ആ ജനതാ പാർട്ടിയുടെ പിന്തുണ അഥവാ RSSന്റെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന വരുന്നത്, RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അതാണ്
RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചർച്ച ഉയർന്നു വന്നാൽ പോലും ആ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ആ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനതാ പാർട്ടിയുമായി അകലും. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പിൽ 4 ഇടതുപക്ഷം ജയിച്ചു. ഈ അതിശക്തമായ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഏറ്റവും ഊർജം പകർന്ന മഹത്തായ നിലപാടാണ് അന്ന് EMS പ്രഖ്യാപിച്ചത്. ഈ 4 സീറ്റിലും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു. തുടർന്ന് RSS പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി ബാന്ധവത്തിലേർപ്പെട്ടത് കോൺഗ്രസ്സാണ്. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. കോൺഗ്രസും ജനതാ പാർട്ടിയും തമ്മിൽ അടുത്തു. 1980 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് O രാജഗോപാൽ എന്നാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ O രാജഗോപാലിനെ ഇപ്പോഴത്തെ BJPയുടെ മുതിർന്ന നേതാവും മുൻപ് നിയമസഭാംഗമായിരുന്ന ആ O രാജഗോപാൽ അന്ന് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനാണ് വോട്ട് പിടിച്ചത്. എനിക്ക് തോന്നുന്നു രാമണ്ണ റേയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അന്നെന്ന് തോന്നുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പെരിങ്ങളമാണെന്ന് തോന്നുന്നു. അതൊക്കെ ഒന്ന് പരിശോധിച്ചോളൂ. KG മാരാർ മത്സരിച്ചു കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി. അദ്ദേഹത്തെ എതിർത്ത ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ നമ്മുടെ വനം മന്ത്രി AK ശശീന്ദ്രൻ. അങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ പറഞ്ഞു വന്നത്, നാട് അറിയപ്പെടുന്ന RSS പ്രതിനിധികളെ, RSSന്റെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച മുന്നണിയുടെ പേരാണ്, ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. RSSുമായി ചരിത്രത്തിലുടനീളം കോൺഗ്രസിന് ആ ബന്ധമാണുള്ളത്. അത് O രാജഗോപാൽ മുതൽ KG മാരാർ വരെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞോളാം. അതേസമയം RSSുമായി ഏതെങ്കിലും തരത്തിൽ RSS പരിസരത്തേക്ക് വന്നാൽ നിലപാട് വ്യക്തമാക്കുകയും RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിവായി നിൽക്കുകയാണ്.